രാഹുൽ മാങ്കൂട്ടത്തിൽ എം.എൽ.എ കെ.എസ്.ആർ.ടി.സി ബസ് ഫ്ളാഗ് ഓഫ് ചെയ്തതിൽ വൻ പ്രതിഷേധം. ഡിവൈഎഫ്ഐ പ്രവർത്തകർ ജില്ലാ ട്രാൻസ്പോർട്ട് ഓഫീസറെയും ഡിപ്പോ എഞ്ചിനീയറെയും ഉപരോധിച്ചു. എല്ലാവരെയും അറിയിക്കാതെ എം.എൽ.എ പൊതുപരിപാടിയിൽ പങ്കെടുത്തതിൽ കോൺഗ്രസിനകത്തും വലിയ പ്രതിഷേധം. ലൈംഗികാരോപണ പരാതികൾ നിലനിൽക്കെയാണ് പാലക്കാട് നിന്നും ബംഗളൂരുവിലേക്ക് പോകുന്ന ബസിന്റെ ഫ്ളാഗ് ഓഫ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിർവഹിച്ചത്. ഇതിൽ പ്രതിഷേധിച്ചാണ് ഡിവൈഎഫ്ഐ ജില്ലാ നേതാക്കൾ ജില്ലാ ട്രാൻസ്പോർട്ട് ഓഫീസർ, ഡിപ്പോ എഞ്ചിനീയർ എന്നിവരെ ഉപരോധിച്ചത്. ഉദ്യോഗസ്ഥർ രാഹുലിനായി ഒത്താശ ചെയ്തുവെന്ന് ഡിവൈഎഫ്ഐയും CITയും ആരോപിച്ചു. ഇവിടെ സംഘടനകളെ അറിയിച്ചിട്ടില്ല, ഒരു തൊഴിലാളികളെയും ഈ വിഷയം അറിയിച്ചിട്ടില്ല, ജനപ്രതിനിധികളെ അറിയിച്ചിട്ടില്ല. അതിന്റെ പ്രോട്ടോക്കോളോ മാനദണ്ഡങ്ങളോ ഒന്നും പാലിക്കാതെ വളരെ രഹസ്യമായി KSRTCക്ക് ആകെ അപമാനമുണ്ടാക്കുന്ന തരത്തിലാണ് KSRTCയിലെ മാനേജ്മെന്റ് പ്രവർത്തിച്ചത്. പുതുതായി ബസ്സുകൾ എത്തുമ്പോൾ ജനപ്രതിനിധികളെ അറിയിക്കാറുണ്ടെന്നും ഇന്നലെ 8:30യോടെയാണ് രാഹുൽ വരുന്നത് അറിയിച്ചതെന്നും ജില്ലാ ട്രാൻസ്പോർട്ട് ഓഫീസർ പറഞ്ഞു. പുതിയ ബസ് വരുമ്പോൾ സ്ഥലം വരെയാണ് അറിയിക്കാന്നുള്ളൊരു പ്രോട്ടോകോൾ നടപടി ഞാൻ സ്വീകരിച്ചു. പറയാമെന്ന് പറഞ്ഞു. വേറെ മറുപടി ഉദ്ഘാടനം അറിയിച്ചു, ബസ് വരുന്നുണ്ടെന്ന് അറിയിച്ചിട്ടേ ഉള്ളൂ. എല്ലാവരെയും അറിയിക്കാതെ പരിപാടി നടത്തിയതിൽ കോൺഗ്രസിനകത്തും പ്രതിഷേധമുണ്ട്. നഗരസഭാ കൗൺസിലർ മൻസൂർ മണലാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഗ്രൂപ്പിലിട്ട ഓഡിയോ പുറത്തായി. നിങ്ങൾക്ക് എല്ലാ സമയത്തും എല്ലാത്തിനും തക്കതായ കാരണങ്ങളൊക്കെ ഉണ്ടാവും. ഇത് MLA ആരുടെയും സ്വകാര്യ സ്വത്തൊന്നുമില്ല. നിങ്ങൾക്ക് കോൺഗ്രസ് പാർട്ടിയിലും നിങ്ങൾക്ക് മറ്റേ മണ്ഡലം പ്രസിഡന്റും ബ്ലോക്ക് പ്രസിഡന്റിനും DCC പ്രസിഡന്റിനും എന്ത് അവകാശം കോൺഗ്രസിലുണ്ടോ അതേ അവകാശങ്ങൾ ഈ പാർട്ടി അനുയായികൾക്കും മറ്റു പാർട്ടി ഭാരവാഹിത്വമുള്ളവർക്കും മറ്റുള്ള ആളുകൾക്കും ഉണ്ട്. പുത്തൂര് കിടക്കുന്ന ആൾക്ക് ഇവിടെ പുതുപ്പള്ളി തെരുവിൽ വന്ന് പരിപാടിക്ക് പങ്കെടുക്കുക പറഞ്ഞാൽ പുതുപ്പള്ളി തെരുവുകാർക്ക് എന്താ വരാൻ ബുദ്ധിമുട്ട്, ഈ മൂക്കിൽ താഴെയുള്ള ആളുകൾക്ക്? അപ്പൊ അതിന് നിങ്ങളൊരു സിസ്റ്റം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്താണ് ആ സിസ്റ്റം എന്നുള്ള കാര്യം പറഞ്ഞാൽ മതി. മീഡിയ 1 പാലക്കാട്.